ഹലോ ഗായ്സ്, ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും നാളായിട്ട് ചെയ്യാണ്ട് മാറ്റി വെച്ചതാണ്. ഞാൻ ഇതിൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യാറില്ല, സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് വർക്ക് ചെയ്തെടുക്കാറാണ് കേട്ടോ ചെയ്യുന്നത്. മിക്ക ഡിസൈനും വരച്ചു കൊടുത്തൊക്കെ ചെയ്യിക്കാറുണ്ട്. ഇത് ഞാനൊരു മോഡൽ കണ്ടിട്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ്. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്തതാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് തന്നെ കോളറിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കളർ കോമ്പിനേഷനിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഡ്രസ്സായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഫുൾ സെറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ബാലൻസ് വന്ന മെറ്റീരിയൽ വെച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു ടോപ്പാണ് കേട്ടോ. ഓൾറെഡി ഒരു ഗ്രേ സ്കേർട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ലതായിട്ട് തോന്നി, അങ്ങനെ ചെയ്തതാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കിലായിട്ടൊരു ബോ കൊടുത്തിട്ടുണ്ട്, അതിലും കുറച്ച് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണങ്ങുന്നതിന് മുന്നേ എടുത്തുകൊണ്ട് കുറേ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഞാൻ ഓൺ വോയിസ് കൊടുത്തതാണ്. അത് ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ചെയ്തൊരു ഡ്രസ്സായിരുന്നു. ഇത് ഫുൾ വെൽവെറ്റ് ആണ്. എനിക്കും മോക്കും ട്വിന്നിങ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. മെറ്റീരിയൽ റേറ്റും നമ്മളുടെ സ്റ്റിച്ചിങ് റേറ്റും എല്ലാം കൂടി നമുക്ക് 2000 ബിലോ ആയിരുന്നു കേട്ടോ. നമ്മളുടെ രണ്ടുപേരുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം പാൻറ്റ് സ്റ്റിച്ച് ചെയ്തത് ഒരു ഓർഗൻസ മെറ്റീരിയൽ ആയിരുന്നു. അതൊരുമാതിരി PVC പൈപ്പ് പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ഇതുപോലൊരു ഫ്ലെയർ പലാസോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് മെറ്റീരിയൽ ഇതുപോലൊരു ബോയും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇതായിരുന്നു കേട്ടോ നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. നെക്സ്റ്റ് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്ന ഒരു ഡിസൈൻ ആയിരുന്നേ. അതും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇത് കണ്ടാൽ നല്ല ഗ്രാൻഡായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര സിമ്പിളാണ്. ഫുൾ കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലൊരു ബോ ചെയ്തെടുത്തിട്ടുണ്ട്. ബോ ബാലൻസ് വന്ന മെറ്റീരിയൽ ചെയ്തതാണ്. ഇതുപോലത്തെ ബോയുടെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഫുൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഇപ്പം തന്നെ ഇത് അത്യാവശ്യം ലോങ് വീഡിയോ ആണ്. നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലാസ്റ്റ് ഡ്രസ്സ് അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ടാറ്റാ.